അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളെ ഹാക്ക് ചെയ്തു, അപ്പോൾ അയാൾ തിരിച്ചെന്നെ ഹാക്ക് ചെയ്യരുത്. അതിനിപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരാളിപ്പോൾ നമ്മളെ ഹാക്ക് ചെയ്തിരിക്കാൻ നമ്മളിപ്പോൾ നിലവിലിപ്പോൾ പ്രോക്സി ചെയിൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മളൊരു ബോളൊക്കെ ഇപ്പോൾ ഫയർ ബോളൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തടയാം. അപ്പോൾ അതിപ്പോൾ എങ്ങനെ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ വന്നിരിക്കുന്നത്. പിന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു പെയിൻ്റ് ഒന്ന് എടുക്കാം. നേരത്തെ ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആണ്ടേ ഇതിപ്പോൾ എൻ്റെ ഹോസ്റ്റ് മെഷീനാണിത് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇത് വിക്ടിമിൻ്റെ, ഇതിപ്പോൾ വിക്ടിമിൻ്റെ IP അഡ്രസ്സാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഹോസ്റ്റ് മെഷീനിൽ നിന്ന് nmap ഉപയോഗിച്ച് ഇപ്പോൾ ഈ വിക്ടിമിൻ്റെ IP അഡ്രസ് സ്കാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ തന്നെ ഇപ്പോൾ ഡീറ്റെയിൽസ് ഇപ്പോൾ എനിക്ക് കിട്ടി, അതേപോലെ തന്നെ അയാൾക്ക് നമ്മുടെ ഡീറ്റെയിൽസും കിട്ടി. അപ്പോൾ അയാൾ തിരിച്ച് നോക്കും, അപ്പോൾ അയാൾക്ക് നമ്മളെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അയാളെ ഹാക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ അയാൾക്ക് നമ്മളെ ഹാക്ക് ചെയ്യാൻ. അപ്പോൾ അയാൾക്ക് നമ്മളെ ഹാക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് ഇടയ്ക്ക് ഒരു തട വെച്ച് കൊടുക്കണം. അപ്പോൾ ആ തട എങ്ങനെ വെക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടാൽ ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ പാതിക്ക് വെച്ച് വിട്ടിട്ട് പോയാൽ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പറയാൻ പോകുന്ന പ്രോക്സി ചെയിൻസ് എങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പ്രോക്സി ചെയിൻസ് സേവ് ചെയ്തിട്ട് പ്രോക്സി ചെയിൻസ് വെച്ച് അങ്ങനെ nmap സ്കാനൊക്കെ ചെയ്ത് നമുക്കിപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രോക്സി ചെയിൻസ് എവിടെയാണെന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രോക്സി ചെയിൻസിൻ്റെ സ്ഥലം അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ലൊക്കേറ്റ് പ്രോക്സി ചെയിൻസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അത് ടൈപ്പ് ചെയ്താൽ തന്നെ നമുക്ക് പ്രോക്സി ചെയിൻസിൻ്റെ കോൺഫിഗ് സ്ഥലം എവിടെയായിരിക്കുന്നതെന്ന് മനസ്സിലാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഇതടിക്കുമ്പോൾ തന്നെ proxychains.conf എന്ന് പറഞ്ഞ ഫയൽ എവിടെയാണെന്ന് കാണിച്ചു തരും. ഇപ്പോൾ ഞാനത് അടിക്കുന്നില്ല, എനിക്ക് സ്ഥലം അറിയാം എവിടെയാണ്. അപ്പോൾ അതിന് സുഡോ നാനോ ഇപ്പോൾ ഇങ്ങനെ ആദ്യമേ ഇതടിച്ച് നോക്കണം. അപ്പോൾ ഇതില്ലെങ്കിൽ ലൊക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമാൻഡ് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിപ്പോൾ എവിടെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇത് എൻ്റർ അടിക്കുമ്പോൾ തന്നെ ഒരു ഫയൽ ഓപ്പൺ ആയി വരും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഡൈനാമിക് ചെയിൻ അങ്ങനെ കുറച്ച് പ്രോക്സി ചെയിൻസിൻ്റെ ഇത് കിടപ്പുണ്ട്. ഇപ്പോൾ ഡൈനാമിക് ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു 3-4 എണ്ണം ഇപ്പോൾ തന്നെ പെയിൻറ്റിനകത്ത് തന്നെ ഇത് കാണിച്ചു തരാം. അതുകൊണ്ട് ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഒരു 1, 2 അങ്ങനെ തന്നെ കുറേ എണ്ണം അടുക്കി വെച്ചേക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഹാക്ക് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ നമ്മൾ nmap സ്കാൻ ചെയ്യുന്ന നേരത്ത് ആദ്യമേ റിസൾട്ട് ഇങ്ങോട്ട് പോകും, പിങ് ഇതിൻ്റെ അകത്തോട്ട് പോകും. അപ്പോൾ രണ്ടാമത്തെ പിങ് ഇവിടുന്ന് ഇങ്ങനെ പോകും, പിന്നെ അടുത്ത പിങ് അടുത്ത് ഇവിടോട്ട് പോകും. എന്നിട്ട് ഇവിടുന്ന് ആയിരിക്കും നേരെ വിക്ടിമിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ വിക്ടിം തിരിച്ച് ഹാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യമേ ഇതിൻ്റെ IP അഡ്രസ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ലോഗ്സ് എല്ലാം പരിശോധിച്ച് അതിന് ശേഷം ഇതിൻ്റെ IP അഡ്രസ് കിട്ടും. അങ്ങനെ പിന്നെ ഇതിൻ്റെ IP അഡ്രസ് കിട്ടും. അങ്ങനെയാണ് അവസാനം നമ്മുടെ IP അഡ്രസ് കിട്ടുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ IP അഡ്രസ് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രോക്സി ചെയിൻസ് വെച്ച് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തിരിച്ച് ലിനക്സിലേക്ക് വരാം. ഇങ്ങനെയാണ് ഡൈനാമിക് ചെയിൻ എന്നതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ചെയിൻ നോക്കാം, സ്ട്രിക്റ്റ് ചെയിൻ എന്ന് പറയുമ്പോഴേക്കും സ്ട്രിക്റ്റ് ചെയിൻ ഞാനിപ്പോൾ വലുതായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല, അത് വെച്ചാൽ വലിയ യൂസ് ഇല്ല. റാൻഡം ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു 5-6 എണ്ണം കാണും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോകത്തില്ല, ചിലപ്പോൾ ഇവിടുന്ന് ആദ്യം ഇങ്ങോട്ടായിരിക്കും പോകുന്നത്, അതിനുശേഷം നേരെ വിക്ടിമിലോട്ട് പോകും. അങ്ങനെയായിരിക്കും, ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചെയിൻ എന്ന് പറയുമ്പോൾ, അതായത് ഡൈനാമിക് ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ കാണുമായിരിക്കും. ഓർഡറിലേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പോയി ഇവിടുന്ന് ഇങ്ങനെ പോയി ഇവിടുന്ന് ഇങ്ങനെ പോകും, അങ്ങനെ പോകത്തുള്ളൂ. പക്ഷേ സ്ട്രിക്റ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോവും, അതിനുശേഷം നേരെ ഇവിടുന്ന് അങ്ങനെ പോവും. അപ്പോൾ ഒരു സ്ഥിരത കാണത്തില്ല. അപ്പോൾ ഇത് വലിയ യൂസ് ഇല്ല. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഡൈനാമിക് ചെയിനാണ്. അപ്പോൾ നമുക്ക് ഡൈനാമിക് ചെയിൻ ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഡൈനാമിക് ചെയിൻ ഇതിപ്പോൾ ഇവിടെ ഡിസേബിൾഡ് ആയിട്ട് കിടക്കുക, അതൊന്ന് ഓൺ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് മാറ്റി ആ ഫ്രണ്ടിലുള്ള സ്ലാഷ് ഒന്നും മാറ്റിയാൽ മതി. അതിനുശേഷം സ്ട്രിക്റ്റ് ചെയിൻ ഇവിടെ ഇപ്പോൾ ഏബിളായിട്ട് കിടക്കുക. സ്ട്രിക്റ്റ് ചെയിൻ അങ്ങ് ഡിസേബിൾ ആണ്, അതിന് ഫ്രണ്ടിലൊരു സ്ലാഷ് കൊടുക്കണം. അപ്പോൾ ഇത് ഡിസേബിൾ ആയിട്ടുണ്ട്. റാൻഡം ചെയിനാണ്, ചുമ്മാ അൺനെസസറി ആയിട്ട് അങ്ങനെ ഇങ്ങനെ കറങ്ങി പോകും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്രോക്സി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നിലവിൽ ഒരു 4 പ്രോക്സി കിടപ്പുണ്ട്. ഈ പ്രോക്സി നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോക്സിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. SOX 5, SOX 4, HTTP,
ഇപ്പോൾ ഒരെണ്ണം HTTPS ആണ്, ഇവിടെ ഇപ്പോൾ HTTP എന്നാണ് കിടക്കുന്നത്, ഒരെണ്ണം HTTPS ആണ്. പിന്നെ എൻ്റെ യൂസർ നെയിം, ഇതിപ്പോൾ യൂസർ നെയിമും പിന്നെ എൻ്റെ പാസ്വേഡുമാണ് ഇത് കിടക്കുന്നത്. ഇതിൽ അഥവാ ചോദിക്കുകയാണെങ്കിൽ ഇത് അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇനി നമുക്ക് പ്രോക്സി സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സോക്സ് 4 കിടപ്പുണ്ട്. സോക്സ് 4 അത് ടോറിൻ്റെ IP അഡ്രസ്സാണ്. ഇപ്പോൾ നമ്മൾ ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ നേരെ ടോറുമായിട്ട് ബന്ധപ്പെട്ട് ടോറിലോട്ടൊക്കെ കയറും, ഡാർക്ക് വെബിലോട്ടൊക്കെ കയറും. ഇപ്പോൾ ഞാനിതിപ്പോൾ തൽക്കാലം ഓഫ് ചെയ്തിടുകയാണ്, ഡിസേബിൾ ചെയ്തിടുക. കാരണം ടോറിലോട്ട് കയറുമ്പോൾ ഒരുപാട് IP അഡ്രസ്സും ഒരുപാട് ഇതൊക്കെ വരും. അപ്പോൾ പിന്നെ അത് പറഞ്ഞു തരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാടായി പോകും. അപ്പോൾ നമ്മൾ അത് ഡിസേബിൾ ചെയ്തതിന് ശേഷം 2 പുതിയ പ്രോക്സി ചെയിൻസും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാൻ 2 പുതിയ ഒരെണ്ണം സെറ്റ് ചെയ്യാം. അതിന് SOCKS സോക്സ് 4, പിന്നെ നമ്മുടെ ഹോസ്റ്റ് നെയിം നേരെ ഒരു ഷെല്ലെടുത്തിട്ട് ഹോസ്റ്റ് നെയിം സ്പേസ് -i എന്ന് അടിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഹോസ്റ്റ് നെയിം വരും. ഹോസ്റ്റ് നെയിം അടിച്ചു കൊടുക്കണം. ഇപ്പം എൻ്റെ ഞാനിവിടെ അടിക്കാം. പിന്നെ പോർട്ട് നമ്പർ. ഇപ്പോൾ ഇതാണ് ഒരു പ്രോക്സി ചെയിൻ. ഇപ്പോൾ രണ്ടാമത്തെ പ്രോക്സി, 2 പ്രോക്സി ചെയിനാണ് ഇപ്പോൾ തൽക്കാലം അടിക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും അടിക്കാം. ഇപ്പോൾ ഞാൻ 2 എണ്ണമാണ് തൽക്കാലം അടിക്കുന്നത്. അവിടെ അതിനുശേഷം അതിൻ്റെ പോർട്ട് നമ്പർ. ഇപ്പോൾ ആദ്യമേ അടിച്ചതിന് ഹോസ്റ്റ് നെയിമാണ്, രണ്ടാമത് അടിച്ചത് അതാണ് IP അഡ്രസ്സാണ്. ഇപ്പോൾ ഇത്ര വെള്ളം അടിക്കുന്നത്. 2 പ്രോക്സി ചെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം Ctrl+X അടിക്കണം. അതിനുശേഷം S ഒഴിക്കും. അപ്പോൾ നമ്മൾ Y കൊടുത്തതിന് ശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ, പ്രോക്സി ചെയിൻ സെറ്റ് ചെയ്യുന്നത് തീർന്നു. ഇനി നമുക്ക് ഒരെണ്ണം സ്കാൻ ചെയ്ത് നോക്കാം, അപ്പോൾ മനസ്സിലാവും നമുക്ക്. ഇപ്പോൾ ഞാൻ ഒരു IP അഡ്രസ്സ് സ്കാൻ ചെയ്യുമ്പോൾ nmap വെച്ചാണ് സ്കാൻ ചെയ്യുന്നത്. ഇപ്പോൾ പ്രോക്സി ചെയിൻ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ എന്താണോ ചെയ്യുന്നത് അതിന് ഫ്രണ്ടിൽ പ്രോക്സി ചെയിൻ ഒന്ന് ചുമ്മാ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിന് Proxychains സ്പേസ് പിന്നെ nmap സ്പേസ് -s പിന്നെ T, അതായത് TCP കണക്ട് ചെയ്യാം. -p സ്പേസ് പിന്നെ നമ്മുടെ പോർട്ട് നമ്പറും. ഇപ്പോൾ ഏതൊക്കെ പോർട്ട് ഓപ്പൺ ആയിരിക്കണം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് പോർട്ട് 80 ഓപ്പൺ ആവണമെന്ന് നോക്കാനാണ്. 443 2 പോർട്ടിന് അടിച്ചു കൊടുത്ത് 2 പോർട്ട് ഓപ്പൺ ആണോ നോക്കാനാണ്. പിന്നെ സ്പേസ് പിന്നെ IP അഡ്രസ്സ്. നമുക്ക് ഏത് IP അഡ്രസ്സിൻ്റെ പോർട്ടാണ് ഓപ്പൺ ആവുന്നത് അറിയേണ്ടത്. ആ IP അഡ്രസ്സ് അടിച്ചു കൊടുക്കണം. 0.160.0.69 ഇതിൻ്റെ പോർട്ട് ഓപ്പൺ ആണോ നോക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഒന്ന് എൻ്റർ കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഇപ്പോൾ പോയിരിക്കുന്നുണ്ട് ആദ്യത്തെ പ്രോക്സി. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റ് നെയിം. ആദ്യത്തെ പ്രോക്സിയിൽ കയറി, പിന്നെ രണ്ടാമത്തെ പ്രോക്സി കയറി, പിന്നെയാണ് നമ്മുടെ വിക്ടിമിലോട്ട് ചെല്ലുന്നത്. ഇപ്പം ഇങ്ങനെയാണ് പ്രോക്സി ചെയിൻസ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ nmap ചെയ്യുന്നത്. ഇപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നീഡ് മോർ പ്രോക്സി എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ എത്ര പ്രോക്സി വേണം ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ 2 പ്രോക്സി വെച്ചാണ് ഇപ്പോൾ സ്കാൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ സ്കാൻ ചെയ്തു. ആദ്യത്തെ പ്രോക്സി കയറി, പിന്നെ രണ്ടാമത്തെ പ്രോക്സി കയറിയതിന് ശേഷമാണ് മൂന്നാമത്തെ പ്രോക്സി. ഇപ്പോൾ പോർട്ട് എല്ലാം ക്ലോസ് ആണ് കിടക്കുന്നത്. ഇപ്പോൾ പ്രോക്സി ചെയിൻ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ അഥവാ ഇപ്പോൾ അയാൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ അല്ല, ഇതാണ് വിക്ടിം. ഇതിപ്പോൾ ആണ് നമ്മുടെ ഹോസ്റ്റ് മെഷീൻ. ഇപ്പോൾ നമ്മളാണെങ്കിൽ ആദ്യമേ ഇപ്പോൾ നമുക്കിപ്പോൾ nmap ഉപയോഗിച്ച് ഈ വിക്ടിമിനെ ഇപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ ഒരു പ്രോക്സി ചെയിൻസ് ഉപയോഗിച്ച് നമ്മൾ സ്കാനിങ് റിപ്പോർട്ടൊക്കെ അപ്പോൾ ആദ്യം ഇങ്ങോട്ട് കയറും. അതിനുശേഷം രണ്ടാമത്തെ പ്രോക്സി ചെയിനിലോട്ട് കയറും. അതിനുശേഷം മൂന്നാമത്തെ പ്രോക്സി ചെയിനിലോട്ട് കയറും. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതിനുശേഷം വിക്ടിം നോക്കുമ്പോൾ എന്നെ ആരെ ഹാക്ക് ചെയ്തു. അപ്പോൾ വിക്ടിം ആദ്യത്തെ IP അഡ്രസ്സ് കിട്ടും. അതിനുശേഷം ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ ലോഗ്സ് എല്ലാം പരിശോധിക്കും. അതിനുശേഷം അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഈ IP അഡ്രസ്സ് ഇതിൻ്റെ അകത്ത് കിടക്കും. അതിനുശേഷം വിക്ടിം ഇതിൻ്റെ അകത്തോട്ട് കയറും. അതിനുശേഷം ഈ ലോഗ്സ് എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ IP അഡ്രസ്സ് ഇവിടെ കിടക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളിലോട്ട് എത്തുന്നതിന് മുമ്പേ നമ്മുടെ IP അഡ്രസ്സ് തന്നെ ചേഞ്ച് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വിക്ടിം നമ്മളെ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവരിൽ നിന്ന്. നമ്മൾ ഇങ്ങനെയാണ് പ്രോക്സി ചെയിൻസ് വെച്ച് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഉപകാരപ്പെട്ടെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ
താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ഹാക്കേഴ്സ് എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് സംശയങ്ങളെല്ലാം ചോദിക്കാം. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്യും. പെട്ടെന്ന് ഞാൻ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ.